എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു കുഞ്ഞു റീഡിംഗ് ആണ്, ഒത്തിരി വലിയ റീഡിംഗ് ഒന്നുമല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അത് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് എന്താണെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എന്താണോ അത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വീണ്ടും പറയുന്നു, ഇതൊരു കുഞ്ഞു റീഡിംഗ് ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എങ്കിലും നിങ്ങൾക്ക് ഇതിലെന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കാം. അതായത് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. വിശ്വാസം മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ അത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട്, വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നുമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരുക എന്നുള്ളതാണ്. അതായത് കോൺഫിഡൻ്റ് ആയിട്ട് ഇനിയും മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് വെച്ചോളൂ. എനിക്കിവിടെ മനസ്സിലാവുന്നത് കോൺഫിഡൻസ് ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും വിഷമിക്കരുത്. മുന്നോട്ട് കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇനിയും അധ്വാനിക്കുക. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് നിങ്ങളുടെ കറണ്ട് എനർജി വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്നത്. പക്ഷേ ചിലപ്പോൾ ചെറിയ താമസം ഉണ്ടാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. കുറച്ച് സമയം എടുത്തേക്കാം. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ എന്ത് ചെയ്യുക, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം, തടസ്സങ്ങൾ വരാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഇപ്പോഴും സന്തോഷമുള്ള ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മുൻപോട്ട് അത് ഉണ്ടാവും. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു മെസ്സേജാണ് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാര്യം മറന്നു പോകുന്നുണ്ടെങ്കിൽ, അതായത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു കാര്യം മറന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കാതിരിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക, കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കറണ്ട് എനർജി വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജി തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കുറഞ്ഞു പോകുന്നുണ്ട്, അത് ശരിയാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞു പോകുന്നത് ശരിയാണെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ മറന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമോ താമസമോ വരികയാണെങ്കിൽ അത് നിങ്ങൾ മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ കൂടുതലും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. അതായത് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള എനർജിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.